ഹലോ ഫ്രണ്ട്സ്, മൂന്നാർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവിടെ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. ബൈക്ക് ട്രിപ്പായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമുക്കങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മൂന്നാർക്ക് ട്രിപ്പ് പോവാം. ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ എന്തായാലും ആദ്യമായിട്ട് ബൈക്ക് ട്രിപ്പ് പോകണവർ അല്ലെങ്കിൽ മൂന്നാർക്ക് ട്രിപ്പ് പോകണവർ അവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തെ ട്രിപ്പായിരുന്നു. ഫസ്റ്റത്തെ ദിവസം വൈകിട്ടത്തേക്ക് മൂന്നാർ ടൗണിലെത്തി. മൂന്നാർ ടൗൺ മാത്രം ഒന്ന് കറങ്ങി, പിറ്റേ ദിവസം ബാക്കിയുള്ള സ്ഥലങ്ങൾ കറങ്ങി റിട്ടേൺ. ഇങ്ങനെയായിരുന്നു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പോയത് സീസണിലാണ്. സീസണിൽ പോകുമ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ട്രാഫിക് ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആ ട്രാഫിക് ബ്ലോക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ നമ്മൾ ടൈമൊക്കെ സെറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് ഫസ്റ്റ് ദിവസം തന്നെ ട്രാഫിക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അടിമാലി എത്താൻ ഓൾറെഡി കുറച്ച് ലേറ്റായി. പിന്നെ അടിമാലി കഴിഞ്ഞു, കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് തുടങ്ങി. അതിൽ കുറേ പേരൊക്കെ കയറി പോന്നു, പക്ഷേ കുറേ പേര് ബ്ലോക്കിൽ പെട്ടു. ഞങ്ങൾ ബൈക്കിൽ ആയിട്ട് പോലും നല്ല ടൈം വേസ്റ്റായി. കുറേ ദൂരം പോയി. നമ്മൾ മുന്നേ പോകുന്നവരൊക്കെ കുറേ ദൂരം പോന്നു, പക്ഷേ പിന്നെ ഇവരെ കാണാണ്ടായപ്പോൾ അവരും കാത്തുനിന്ന് എല്ലാവരുടെയും നേരം വൈകി. നമ്മൾ പ്ലാനൊക്കെ ആകെ മാറി. ഇപ്പോൾ നമ്മൾ മൂന്നാർ ടൗണൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചത്, പക്ഷേ അതൊന്നും നടന്നില്ല. ടൗണിലെത്തിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ലേറ്റായി. പിന്നെ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഇങ്ങനെ, അതായത് വൈകിട്ട് മൂന്നാർ എത്താൻ പ്ലാൻ ചെയ്യണവരാണെങ്കിൽ കുറച്ച് നേരത്തെ അടിമാലി എത്താനായിട്ട് നോക്കുക. നമുക്ക് അടിമാലിയിൽ നിന്ന് മൂന്നാർക്കുള്ള ആ റൂട്ട് തന്നെ, അതിൽ തന്നെ കുറേ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും കാണാനുണ്ട്. അത് റോഡ് സൈഡിൽ തന്നെ. അപ്പോൾ കുറച്ച് നേരത്തെ വരാൻ നോക്കുക. പിന്നെ ഈ ട്രാഫിക് ബ്ലോക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക നമ്മൾ സീസണിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ അത് നോക്കാനായിട്ട് നമ്മളിപ്പോൾ ട്രിപ്പ് പോകണമൊക്കെ തൊട്ട് മുന്നേ, അല്ലെങ്കിൽ നമ്മൾ ഏത് സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ അതിനൊക്കെ തൊട്ട് മുന്നേയായിട്ട് ഗൂഗിൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ ഒരുവിധ വലിയ ബ്ലോക്കൊക്കെ ആണെങ്കിൽ അതിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അനുസരിച്ച് പ്ലാൻ ചെയ്യാനായിട്ട് നോക്കും. പിന്നെ റൂം ബുക്ക് ചെയ്യേണ്ടത്, ഞങ്ങൾ ഡോർമെട്രി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 7 പേരെ പോയത്. 10 പേരുടെ ഡോർമെട്രി സെറ്റപ്പ് എടുത്തത്. 10 ബെഡ്. അതിപ്പോൾ ഡോർമെട്രി വേണമെങ്കിൽ ഡോർമെട്രി എടുക്കാം, ഓപ്ഷൻ ഉണ്ട്. ഞങ്ങൾ സൈറ്റ് ത്രൂ ആണ് റൂം ബുക്ക് ചെയ്തത്. അപ്പോൾ അതിൽ നോക്കേണ്ടത്, ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഡോർമെട്രി ആയാലും അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയായിട്ടാണ് കിട്ടിയത്. സൈറ്റ് വഴിയാണ് നമ്മൾ, അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്യണത് എന്നുണ്ടെങ്കിൽ, അപ്പോൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൺലൈനിൽ നോക്കുക, അതുപോലെ ഡയറക്റ്റ് വിളിച്ചിട്ട് നോക്കുക. സൈറ്റിൽ കൂടെ നോക്കി നമ്മളിപ്പോൾ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ സൈറ്റിലൂടെ നോക്കി ആ റേറ്റ് നോക്കി ഏതാണോ നോക്കണ ഹോട്ടൽ വിചാരിച്ചാൽ ഡയറക്റ്റ് വിളിച്ച് റേറ്റ് കമ്പയർ ചെയ്യാം. ചില ടൈമിൽ ഇപ്പോൾ സൈറ്റിൽ ഓഫറുള്ള ടൈമിലാണ് സൈറ്റിൽ കൂടെ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് വിളിച്ച് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞങ്ങളുടെ ഈ ഒരു മൂന്നാർ ട്രിപ്പിൽ ഏറ്റവും നല്ല ഫോട്ടോസും വീഡിയോസും കിട്ടിയിട്ടുള്ളത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് എടുത്തിട്ടുള്ള വീഡിയോസും ഫോട്ടോസാണ്. സ്ഥലം കറക്റ്റ് ഏതാണെന്നറിയില്ല. നമുക്കിപ്പോൾ ഗ്യാപ്പ് റോഡിലേക്ക് പോകണ വഴി, അല്ലെങ്കിൽ ദേവികുളത്തേക്ക് പോകുമ്പോൾ ഇടയിൽ വെച്ച് ഞങ്ങൾ നിർത്തിയ സ്ഥലമായിരുന്നു. ഇത് ഞങ്ങൾ രാവിലെ, പിറ്റേ ദിവസം രാവിലെ ഇറങ്ങിയിട്ടുള്ളതാണ്. ഇത്ര നേരം കണ്ടിട്ടുള്ള വീഡിയോസൊക്കെ. അപ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങാമെന്നുള്ളത് കുറേ പേർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഫസ്റ്റ് ദിവസം നേരം വൈകിട്ട് റൂമിലെത്തിയത്, പിന്നെ ഭയങ്കര ക്ഷീണം. എന്നാലും എല്ലാവരും ഒരുമിച്ച് ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഈ മൂന്നാർ ട്രിപ്പിൽ ഏറ്റവും നല്ലൊരു റൈഡ്, അതുപോലെ നല്ല വിഷ്വൽസൊക്കെ കിട്ടിയത് ഈ രാവിലെ പോയിട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നു. അത് ആ ഒരു ടൈമിൻ്റെ കൂടെ ആയിരുന്നു. ആ സൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചം കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട്. രാവിലെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡിസംബർ, നവംബർ, ജനുവരി സീസണിലൊക്കെ ആണെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യുക. ബൈക്ക് റൈഡ് ആണെങ്കിൽ ഞങ്ങൾ ഗ്ലൗസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പക്ഷേ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത്ര തണവൊന്നുമില്ലാത്ത കാരണം എടുത്തില്ല. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബൈക്ക് റൈഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായി. പിന്നെ സൂര്യപ്രകാശം വരണ വരെ അങ്ങനെ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ പ്ലാൻ ഇങ്ങനെയായിരുന്നു. റൂം നമുക്ക് വെക്കേറ്റ് ചെയ്യുന്നത് 12 മണിയായിരുന്നു. അപ്പോൾ രാവിലെ ഇറങ്ങി ഗ്യാപ്പ് റോഡ്, ദേവികുളം ഗ്യാപ്പ് റോഡ്, പിന്നെ കൊളുക്കുമല പോകണില്ലാന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊളുക്കുമല പോകണ റൂട്ടിലേക്ക് ഒന്ന് കയറി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് റൂമിൽ പോന്നു. എന്നിട്ട് നമ്മൾ വട്ടവടയ്ക്ക് പോയി ചെയ്തു. അപ്പോൾ നമ്മൾ രാവിലെ പോയിട്ടുള്ള വീഡിയോസാണ് ഇത്ര നേരം കണ്ടത്. ഗ്യാപ്പ് റോഡിലേക്ക് പോകുമ്പോൾ കുറേ സ്ഥലങ്ങൾ കയറി. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ വെച്ച് കറക്റ്റായി ഡയറക്റ്റ് അങ്ങോട്ട് വിടാതെ നല്ല നല്ല സ്ഥലങ്ങൾ അതിൻ്റെ ഇടയിൽ കണ്ട് നിർത്തി പോവാം.
അങ്ങനെയായിരുന്നു ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടൈമൊക്കെ കുറച്ച് നേരം വൈകി. അത് ഞങ്ങൾ മുന്നൊക്കെ പോയപ്പോൾ അങ്ങനെ ഇന്ന സ്ഥലം പറഞ്ഞ് അങ്ങോട്ട് ഡയറക്റ്റ് പോയി. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിച്ചൊരു ക്ലൈമറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്തവണ തൊട്ട് അങ്ങനെ പോയത് ഞങ്ങൾ. പിന്നെ ഈ രാവിലെ പോയപ്പോൾ നമുക്ക് അധികം തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ ആ റൂട്ട് അടിപൊളി റോഡുമായിരുന്നു. അപ്പോൾ ബൈക്ക് റൈഡ് അടിപൊളിയായിരുന്നു. ഗ്ലൗസ് ഇട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഈ തണവിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ റോഡ് ഇത്തിരി മോശമായിരുന്നു. രാവിലത്തെ ഒരു റൂട്ടിൽ നമുക്ക് കൊളുക്കുമലയ്ക്ക് എടുത്തിട്ടാണ്, കൊളുക്കുമല പോണ ആ റൂട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് ദൂരം കുറച്ച് മോശം തന്നെയായിരുന്നു റോഡ്. ബാക്കിയൊക്കെ റോഡും അടിപൊളി, തിരക്കുണ്ടായിരുന്നില്ല. ഈ റൂട്ടിൽ മെയിനായിട്ട് ഈ റൈഡ് തന്നെയാണ് അടിപൊളിയായിട്ടുള്ളത്. കാണാനായിട്ട് ഇപ്പോൾ തേയിലത്തോട്ടമുണ്ട്, അതല്ലാതെ ഇങ്ങനെ ചെറിയ ചെറിയ വ്യൂ പോയിന്റുകൾ, അതുപോലെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, പക്ഷെ ഇറങ്ങാനൊന്നും പറ്റില്ല. പിന്നെ കൊളുക്കുമലയ്ക്ക് പോണ റൂട്ട് അത്. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ കൊളുക്കുമലയ്ക്ക് പോവാം. നമ്മളിപ്പോൾ സൂര്യനെല്ലി വരെ പോയി, കൊളുക്കുമലയ്ക്ക് പോകണില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്.